ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിൻ്റെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യം തന്നെ സ്റ്റോക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിലയൻസ് ആണ്. ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പണേഴ്സിൻ്റെ അടുത്ത് ട്രേഡ് നടക്കുന്നത് ഇപ്പോൾ റിലയൻസ് ആണ്. നമുക്ക് റിലയൻസിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഹയസ്റ്റ് ഓപ്പണേഴ്സ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. $1450 ഹയസ്റ്റ് ഓപ്പണേഴ്സിലുള്ള ലെവൽസ്. ഇതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് മുകളിലാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 5 മിനിറ്റ് ക്യാനിൽ ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്കവിടെ ബൈയിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്ത ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്കാനർ ജസ്റ്റ് സ്റ്റോക്ക് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. അല്ലാണ്ട് നമുക്കൊരു ബയോ സെല്ല് ഇൻഡിക്കേഷൻ തരത്തില്ല. ജസ്റ്റ് ആ ഒരു നല്ല സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട്. ഇനി അടുത്ത് ഹീറോ മോട്ടോകോപ്പാണ്. അത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. ഹയസ്റ്റ് ഓപ്പണേഴ്സിൻ്റെ അടുത്താണ് ഇപ്പോൾ LTP ട്രേഡ് നടക്കുന്നത്. $4400 ഹയസ്റ്റ് ഓപ്പണേഴ്സിലുള്ള ലെവൽ. അത് നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഇതിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ടുണ്ട്. ആ ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. ഏതെങ്കിലും സ്റ്റോക്സിൽ ഹയസ്റ്റ് ഓപ്പണേഴ്സ് ലെവൽസിന് തൊട്ടടുത്ത് ട്രേഡ് നടക്കുന്നുണ്ടോയെന്ന്. അദാനി എൻസോൾ ഉണ്ട്. അത് ഹയസ്റ്റ് ഓപ്പണേഴ്സിൻ്റെ ലെവലിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അത് നമുക്ക് ഹയസ്റ്റ് ഓപ്പണേഴ്സ് ലെവലൊന്ന് മാർക്ക് ചെയ്യാം. 920 ഹയസ്റ്റ് ഓപ്പണേഴ്സിലുള്ള ലെവൽ. ഇതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും സ്റ്റോക്സിലുണ്ടോ നോക്കാം. ഇപ്പോൾ മാക്സിമം നമ്മൾ 5 സ്റ്റോക്സിലാണ് സെലക്ട് ചെയ്യാറ്. AB ക്യാപിറ്റൽ ഹയസ്റ്റ് ഓപ്പണേഴ്സ് ലെവൽസിന് തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് AB ക്യാപിറ്റലിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഹയസ്റ്റ് ഓപ്പണേഴ്സിലുള്ള ലെവലൊന്ന് മാർക്ക് ചെയ്യാം. 245 ഹയസ്റ്റ് ഓപ്പണേഴ്സിലുള്ള ലെവൽ. അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ആ ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽസിന് മുകളിലാണ് 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് ഒരു ബൈ ആണ്. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ ആണ്, ഡേ ഹൈ ആണ് ഇതിൻ്റെ ടാർഗറ്റ്. അദാനി എൻസോൾ നമ്മുടെ 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ബൈ ആണ്, ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ പ്രീവിയസ് എവിടെയും റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇനി അടുത്ത റെസിസ്റ്റൻസ് ലെവൽ. ആ ലെവൽ തന്നെ ആയിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് എടുക്കാറ്. ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഹീറോ മോട്ടോകോപ്പ് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാനിൽ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ എടുക്കാം. ഇനി ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ. ആ ലെവൽ തന്നെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ഹീറോ മോട്ടോകോർപ്പിൻ്റെ. റിലയൻസ് ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, റിലയൻസ് ഇപ്പോൾ ആക്റ്റീവ് ആയി ഉണ്ടായിരുന്നു. നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബൈ ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ ബൈ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബൈ ചെയ്യാറ്. ഇനി നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഉള്ള റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻസോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈയുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 5 മിനിറ്റ് ക്യാനിൽ താഴെ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, 5 മിനിറ്റ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ബൈ ഉള്ളത് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ സെല്ലിലേക്ക് പോവാണ്. അവിടെ ബൈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് സെല്ലിൻ്റെ ടാർഗറ്റ് നോക്കാം. സെല്ലിൻ്റെ ടാർഗറ്റ് പറയുന്നത് നിയറസ്റ്റ് ഉള്ള സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇതാണ് നിയറസ്റ്റ് ഉള്ള സപ്പോർട്ട് ലെവൽ. അപ്പോൾ മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത്. ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പണിനെസ്സിൻ്റെ തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് ടാറ്റ മോട്ടോഴ്സിന് ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹയസ്റ്റ് ഓപ്പണിനെസ്റ്റുള്ള ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. $730 ഇപ്പോൾ ആ ലെവൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് ആ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ ചാൻസ് ഉണ്ട്. നമ്മൾ nicolosnell.comലെ മൊമെൻറ്റം സ്കാനർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്കാനറിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കാനറിൽ ഇപ്പോൾ 9:33 ഐഡിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഐഡിയയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ അപ്സൈഡിൽ പോകുന്നുണ്ട് ഐഡിയ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അടുത്ത് ഇനി എവിടെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നുണ്ടോയെന്നാണ്. അപ്പോൾ പോസിറ്റീവിൽ നമുക്ക് ഐഡിയ കിട്ടി. ഇനി -1% ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റോക്സും വന്നിട്ടില്ല. അപ്പോൾ ഈ സ്കാനറിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി 1 കോടിക്ക് മുകളിൽ ട്രേഡ് നടക്കണം, അതുപോലെ പെർസെൻറ്റേജ് ചേഞ്ച് 1% മുകളിൽ പോകണം, അല്ലെങ്കിൽ -1% താഴെ പോകണം. അപ്പോൾ ഐഡിയ ആണ് നിലവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഐഡിയയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. ആ ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇത് അപ് ട്രെൻഡ് ആവത്തുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ഹീറോ മോട്ടോകോപ്പ് നമ്മുടെ ഇവിടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോകോപ്പ് നമ്മുടെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ചു കയറാണ്. അപ്പോൾ വീണ്ടും നമുക്കാണെങ്കിൽ ബൈ എടുക്കാം. നമ്മുടെ സെയിം ലെവൽ തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹീറോ മോട്ടോകോപ്പ് വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് ഹീറോ മോട്ടോകോർപ്പിൽ. ഓക്കെ, നമ്മുടെ മൊമെൻറ്റം സ്കാനിൽ വന്നിരിക്കുന്ന ഐഡിയ ഇപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തു, റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സെല്ലാണ്. ഇനി നമ്മളിതിൻ്റെ ടാർഗറ്റ് കാണുന്നത് നിയറസ്റ്റ് ഉള്ള സപ്പോർട്ട് ലെവലാണ് നമ്മൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഹീറോ മോട്ടോകോപ്പ് നല്ല രീതിയിൽ അപ്സൈഡ് കയറി പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് താഴെ നോക്കി കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം കയറുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് ഹീറോ മോട്ടോകോർപ്പ്. ഓക്കെ, നമ്മുടെ AB ക്യാപിറ്റൽ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ ഹൈ തന്നെയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഐഡിയ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാർക്ക് ചെയ്യുന്ന സപ്പോർട്ടാണ് ടാർഗറ്റ്, ആ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊമെൻറ്റം സ്കാനറിൽ കിട്ടിയിരിക്കുന്ന സ്റ്റോക്കാണ്. മോർണിംഗ് തന്നെ നമുക്ക് കിട്ടിയിരുന്നു മൊമെൻറ്റം സ്കാനറിൽ ഈ ഒരു സ്റ്റോക്ക്. ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുന്ന സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് എങ്ങനെയാണ് ചാർട്ടിൽ അടുത്ത നിയറസ്റ്റുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് മാർക്ക് ചെയ്യുക, അതുപോലെ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കാമെന്നൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസും കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.